സർ, ഇന്ന് സവർക്കറുടെ 141-ാം ജന്മദിനമാണ്. അപ്പം ഈ വീര സവർക്കറിനെ കുറിച്ച് ഒന്നും അറിയാൻ മേലാത്ത ഒരു തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സവർക്കറിനെ കുറിച്ച് അറിയണമെന്ന് കൂടുതൽ ആഗ്രഹമുണ്ട്. സാർ ഒന്ന് പറയാമോ അതിനെപ്പറ്റി? സവർക്കർ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരു വീരപരിവേഷമുള്ള ആളാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭഗത് സിംഗ് എന്ന് എല്ലാവരും കേട്ട് കാണും, സുഭാഷ് ചന്ദ്രബോസ് എന്നെല്ലാവരും കേട്ട് കാണും. ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും ആരാധിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വീർ സവർക്കർ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഈ 26-ാം വയസ്സിൽ 1857 നമ്മുടെ പോരാട്ടത്തിനെ പറ്റി ഒരു പുസ്തകം സവർക്കർ എഴുതി. ആ പുസ്തകത്തിലാണ് അന്ന് വരെ ശിപായി ലഹള എന്ന് പറഞ്ഞ് അവഹേളിച്ചിരിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് വീർ സവർക്കർ പുസ്തകം എഴുതിയത്. അങ്ങനെയാണ് അതൊരു സ്വാതന്ത്ര്യ സമരമാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ വരുന്നത്. ശിപായി ലഹള എന്ന് പറയുന്നത് കളിയാക്കാൻ വേണ്ടി ഇടുന്നതാണല്ലോ അവർ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്. എന്നിട്ട് ഈ പുസ്തകം എഴുതിയിട്ട് അത് അന്ന് പ്രസിദ്ധീകരിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. കാരണം അത് ബ്രിട്ടനെതിരായിട്ടുള്ള ഒരു സമരമാണ്. ബ്രിട്ടൻ പുസ്തകം ഇറക്കിയാലും ബ്രിട്ടനെതിരായിരിക്കും. പക്ഷെ ഇങ്ങനൊരു പുസ്തകം ഉണ്ടാക്കുന്നുണ്ട്, ഇത് എഴുതുന്നുണ്ട് എന്നുള്ളത് അന്ന് ഇന്ത്യ ഹൗസിലാണ് ഇവരെല്ലാവരും കൂടി താമസിക്കുന്നത്. അദ്ദേഹം ലണ്ടനിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്, നിയമം പഠിക്കാൻ പോയിരിക്കുകയാണ്. താമസിക്കുന്നത് ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറഞ്ഞൊരാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോഡ്ജ് പോലത്തെ സ്ഥലമാണ്. കുറേ പേര് താമസിക്കുന്നു സ്റ്റുഡൻസിന് വേണ്ടി. അവിടെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പൈസ മേടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങേരാണ് ഒറ്റിക്കൊടുത്തത് ഇങ്ങനൊരു പുസ്തകം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ അതൊക്കെ ഈ ഗറില്ല പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ട് സവർക്കർ അത് ജർമ്മനിയിലേക്ക് കടത്തി. അവിടുന്ന് ഇതിൻ്റെ കോപ്പികൾ ഇന്ത്യയിലേക്കൊക്കെ വന്ന് ഇത് പുസ്തകം അച്ചടിച്ച് കുറേ കോപ്പികൾ രഹസ്യമായിട്ട് വിതരണം ചെയ്ത് പിന്നെ ഇതിൻ്റെ കോപ്പികളൊക്കെ എടുത്ത് അന്ന് ഫോട്ടോസ്റ്റാറ്റ് എന്നുള്ള കാലമല്ല, കോപ്പി എടുക്കുകയാണെങ്കിൽ വേറെ ആളുകൾ എഴുതിയും അങ്ങനെയൊക്കെ പ്രചരിച്ചു. കാരണം ഒരു സംഗതി നിരോധിക്കുന്നു എന്ന് പറയുമ്പോഴാണല്ലോ അത് കൂടുതലായിട്ട് പ്രചരിക്കുന്നത്. അങ്ങനെ ആ ഒരു പുസ്തകം ഈ ഭഗത് സിംഗ് അദ്ദേഹത്തിൻ്റെ സംഘടന, വിപ്ലവ സംഘടന ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും വായിച്ചിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന ഒരു പുസ്തകമാണ് ഈ 1857 സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകം. അതിൻ്റെ കൂടെ റഷ്യൻ വിപ്ലവത്തിനെ പറ്റിയിട്ടുള്ളൊരു പുസ്തകവും ഭഗത് സിംഗ് സിലബസിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഭഗത് സിംഗ് ഒക്കെ ശരിക്കും ഇന്ത്യൻ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണല്ലോ. നെഹ്റു അങ്ങനെയല്ല. അദ്ദേഹം കൂടുതലും ഞാൻ ഇംഗ്ലീഷുകാരനാണ് എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. സെക്കുലറിസം, പാശ്ചാത്യ സെക്കുലറിസം. പക്ഷേ ഇവരൊക്കെ ഇന്ത്യൻ സംസ്കൃതിയിൽ, ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ ശിവജിയെ പോലുള്ള വിപ്ലവകാരികളൊക്കെ ഉണ്ടല്ലോ, റാണ മഹേന്ദ്ര പ്രതാപ്, അങ്ങനത്തെ ആളുകളുടെയൊക്കെ ഈ പിന്തുടർച്ചാവകാശികളായിട്ട് നിലകൊണ്ട ആളുകളാണ് ഈ സവർക്കർ. പിന്നെ സവർക്കർക്ക് ധാരാളം ശിഷ്യന്മാർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിയുടേതല്ലാത്തൊരു ധാരയുണ്ട്. ഗാന്ധി അഹിംസ അതിലധിഷ്ഠിതമായിരിക്കണം, നമ്മൾ ധർണ നടത്തണം, ഗരാവോ നടത്തണം, ആളുകൾക്കിട്ട് അടി കൊടുക്കരുത് എന്നൊക്കെ തോക്കും അങ്ങനെയായിരുന്നല്ലോ. പക്ഷെ അല്ലാത്തൊരു ധാരയിൽപ്പെട്ട ആളുകളാണ് ഈ സവർക്കറും സവർക്കറുടെ ശിഷ്യന്മാരും ഒക്കെ. അതുകൊണ്ട് സവർക്കർ ലണ്ടനിലായിരുന്നപ്പോൾ ഒരിക്കൽ ലെനിനെയും കണ്ടിട്ടുണ്ട്. ലെനിനുമായിട്ടും കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിട്ടുണ്ട്. സാർ, സവർക്കർ ഒരു എത്തിസ്റ്റാന്ന് പറയുന്നു, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സവർക്കർ വലിയ ദൈവവിശ്വാസിയോ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ മഹാരാഷ്ട്രയിൽ ഈ ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നതൊക്കെ സവർണർക്കൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ടല്ലോ. ആ കാലത്ത് ദളിതർക്ക് വേണ്ടി ഒരു അമ്പലം പണിതയാളാണ് സവർക്കർ. ആ അമ്പലം ഇപ്പോഴും അവിടെ ഉണ്ട്.
ഈ ഇന്ദിരാഗാന്ധി സവർക്കറിന്റെ പേരിലൊരു സ്റ്റാമ്പൊക്കെ ഇറക്കി എന്ന് പറയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സവർക്കർ ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്ന് പറയുന്ന കുറേ സംഭവങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം സവർക്കറെ കുറിച്ച് അതാണ്. പക്ഷേ ഇപ്പൊ സാറ് പറയുമ്പം അതല്ല സവർക്കർ എന്ന് പറയുന്നു. അപ്പം എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ചരിത്ര രേഖകൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഷൂ നക്കി എന്ന് പറയുന്നത് കാലാപാനിയിൽ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം, ഗോവർദ്ധൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ കഥാപാത്രം ഷൂ നക്കുന്നതായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ടി ദാമോദരൻ തിരക്കഥ എഴുതിയ. അങ്ങനെ പ്രിയദർശന് വേണ്ടി ആ ഒരു സ്ക്രിപ്റ്റ് മാത്രമേ ദാമോദരൻ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതിൽ സവർക്കറെ വലിയ വീരനായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ആൻഡമാൻസിലെ തുറന്ന ജയിലിൽ കഴിയുന്ന അത്രയും കൊല്ലം, കാരണം 10-21 കൊല്ലം ജയിലുകളിലായിട്ട് ജീവിച്ച് യൗവനം മുഴുവൻ ഹോമിച്ച് കളഞ്ഞ ഒരാളാണ് സവർക്കർ. അത്രയും കാലമൊന്നും ഗാന്ധിയോ നെഹ്റുവോ ഹോമിച്ച് കളഞ്ഞിട്ടില്ല. ഈ സവർക്കർക്ക് ശേഷം ഇതുപോലെ ജയിലുകളിൽ കഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ രാഷ്ട്രീയ തടവുകാരനെ ലോകത്തുള്ളൂ. അതാണ് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല കുറച്ച് വർഷം കൂടി കൂടും. പക്ഷേ സവർക്കറെ പോലെ ഇന്ത്യൻ ഈ ഇതിനു വേണ്ടിയിട്ട് ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. ബ്രിട്ടീഷുകാർ സവർക്കറെ ജയിലിലിട്ടു, അത് നമുക്ക് മനസ്സിലാക്കാം. ബ്രിട്ടീഷുകാർക്ക് പേടിയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴ്സൺ വൈലി എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരനെ അവിടുത്തെ നയതന്ത്രാലയത്തിലേക്ക് ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വൈലി എന്ന് പറഞ്ഞ ഒരാളെ മദൻലാൽ ദിൻഗ്ര എന്ന് പറഞ്ഞൊരാൾ കൊല്ലുന്നുണ്ട് ലണ്ടനിൽ. ഈ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത് മദൻലാൽ ദിൻഗ്ര അവസാനം ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സവർക്കർ സിനിമ അടുത്ത കാലത്ത് വന്നപ്പോഴും അതിലും കാണാം. അതൊക്കെ സത്യമാണ്. അപ്പോൾ ആ കഴ്സൺ വൈലിയെ കൊന്നതിനെ തുടർന്ന് ഇയാൾ ഭീകരനാണ്, വലിയ ഭീകരനാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി. ഇത് ലെനിനൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു വിപ്ലവ സംഭവമായിട്ടാണ് അവർ കരുതുന്നത്. ഇങ്ങനെ ഒരു മാർഗം നമ്മളെ കോളനി വൽക്കരിച്ചിരിക്കുന്ന ഒരു അധിനിവേശ ശക്തിക്കെതിരെ വിപ്ലവം നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള കാഴ്ചപ്പാടാണത്. അതിനെതിരെ നമുക്ക് ഹിംസ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ കഴ്സൺ വില്ലിയെ കൊന്നതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സവർക്കറെ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യാണ്. ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനായിട്ട് കപ്പലിൽ കൊണ്ടുവരിക. സാധാരണ ആളുകളൊക്കെയുള്ള കപ്പലിൽ. അങ്ങനെ കപ്പലിൽ കൊണ്ടുവരുമ്പോൾ ഫ്രഞ്ച് തീരത്ത് മാർസെയ്സിലെത്തിയപ്പോൾ ഈ കപ്പലിൽ ചെറിയൊരു ഹോള് പോലെ ചില്ലൊക്കെ വെച്ചിട്ടൊരു ദ്വാരം കാണാറില്ലേ, അത് പൊട്ടിച്ചിട്ട് അദ്ദേഹം കടലിലേക്ക് ചാടിയിട്ട് നീന്തിട്ട് ഈ കപ്പൽ ജീവനക്കാരും ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് ഈ ഒരു പ്രതിയെ കൊണ്ടുവരികയാണല്ലോ, ഓഫീസർമാരും ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞിട്ട് ഏതോ വള്ളത്തിലോ ഒക്കെ ബോട്ടിലൊക്കെ പോകുന്ന ആളുകളൊക്കെ കൂടി ഇയാളെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ ഒരു കേസായി അത്. കാരണം ഫ്രഞ്ച് തീരത്ത് വെച്ചാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഉത്തരവാദിത്വം ഫ്രാൻസിനാണോ ബ്രിട്ടനാണോ എന്ന് പറഞ്ഞിട്ടൊരു വലിയ കേസുണ്ടായി. ഫ്രാൻസിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് വലിയ ലഹളയൊക്കെ ഉണ്ടായി. പക്ഷേ ബ്രിട്ടൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രതിയാണ്, ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്ന്. അപ്പോൾ അന്നത്തെ ഹേഗിൽ ഇൻ്റർനാഷണൽ കോർട്ടിൽ വാദം നടന്നപ്പോൾ ഈ മറ്റേ സവർക്കർക്ക് വേണ്ടി ഹാജരായത് ആരാന്നറിയാമോ? കാൾ മാർക്സിൻ്റെ കൊച്ചുമകൻ. അദ്ദേഹം അന്ന് വാദിച്ചതൊക്കെ വലിയ ഡോക്യുമെൻ്റായിട്ട് ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ തപ്പിയാലും കിട്ടും. അപ്പോൾ ഈ ഇത്തരം ചരിത്രങ്ങളൊക്കെ ഉന്മൂലനം ചെയ്യാമെന്നാണ് ഈ കരുതുന്നത്. അങ്ങനെയാണ് ഈ ഷൂ നക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല സവർക്കർ. അവസാനം വരെ പോരാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഷൂ നക്കുന്നത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ആ സിനിമയിലുള്ള സാങ്കല്പിക കഥാപാത്രമാണ്. ആ തബുവിനെയൊക്കെ പ്രണയിക്കുന്ന ആ കഥാപാത്രമാണ്. അതിൽ വലിയ വീരനായിട്ടാണ് ആ ചെറിയ കണ്ണടയൊക്കെ വെച്ചിട്ട്, സവർക്കൊരു കണ്ണട ഉണ്ടായിരുന്നല്ലോ, ഗാന്ധി കണ്ണടയോടൊക്കെ സമാനമായിട്ടുള്ള, അങ്ങനെ ഒരു വലിയ വീരനായിട്ടാണ് ആ സിനിമയിൽ ശരിക്കും കാണിച്ചിട്ടുള്ളത്. അതുമല്ല ചരിത്രം. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഈ മാർക്സിസ്റ്റുകൾ, ഇപ്പോൾ EMS വലിയ നേതാവായിരുന്നല്ലോ,
EMSനെയൊക്കെ ഞാൻ ഒന്നരാടമൊക്കെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറായിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഖണ്ഡികയുണ്ട് സവർക്കറെ പറ്റി. ഒരു മഹാവിപ്ലവകാരിയായിരുന്നു. കാരണം EMSൻ്റെ തലമുറയിലുള്ളവർക്ക് ആ മാർസേഴ്സിൽ വെച്ച് കടലിൽ ചാടി രക്ഷപ്പെട്ടില്ലേ, അത് വലിയൊരു സംഭവമായിട്ട് സാഹസിക കൃത്യമായിട്ടാണ് അന്ന് എല്ലാവരും കണ്ടിരുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളമായിട്ട്. കാരണം രാജ്യാന്തര കോടതിയിൽ കേസ് നടന്നാണല്ലോ. മാർക്സിന്റെ കൊച്ചുമകൻ ആണല്ലോ വാദിച്ചത്. അപ്പൊ അത് മാർക്സിസ്റ്റുകൾക്കും അറിയാമല്ലോ, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും. ഇന്നിപ്പോ MA ബേബിയെ പോലുള്ള വലിയ വിവരമൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. എൻ്റെ സുഹൃത്താണ് ബേബി. എന്നാലും ബേബിയാണ് ഈ ബ്രിട്ടീഷുകാരോട് മാപ്പിരുന്ന ആളാണ് ഈ സവർക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പിട്ടിട്ട് ഇത് വലിയ പ്രശ്നമാക്കിയത്. സവർക്കർ അങ്ങനെ മാപ്പൊന്നും ചോദിച്ചിട്ടില്ല, ഒരു മാപ്പപേക്ഷയും കൊടുത്തിട്ടില്ല. സവർക്കർ ചെയ്തത് എന്താന്ന് വെച്ചാൽ ക്ലെമൻസി പെറ്റീഷൻ എന്ന് പറയും, ദയാഹർജി എന്നാണ് അതിൻ്റെ മലയാളം. മാപ്പപേക്ഷ എന്നല്ല, അപ്പോളജി അല്ല. അപ്പോൾ പലതിനും പല ഫോർമാറ്റ് ഉണ്ട്. ഈ സവർക്കർ അന്നത്തെ ഫോർമാറ്റിൽ എനിക്ക് മറ്റേ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ ഇത് ചെയ്യില്ല, നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞാണ് ഈ ക്ലെമൻസി പെറ്റീഷൻ തീരുന്നത്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ നമ്മൾ എഴുതുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വാചകം, ഞാൻ നിങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് എന്നെ ഇപ്പം മോചിപ്പിച്ചു കഴിഞ്ഞാൽ നിന്നോളാം എന്ന് പറഞ്ഞു വേണം ഇത് അവസാനിക്കാൻ. അല്ലാതെ എന്നെ മോചിപ്പിച്ചാലും ഞാൻ നിങ്ങൾക്കെതിരെ തോക്കെടുക്കും, നിങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്നു പറഞ്ഞിട്ട് നമുക്ക് ദയാഹർജിയിൽ എഴുതാൻ പറ്റില്ല. അതിൻ്റെ ഫോമിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ജാനകി ബാക്കിലെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണെന്ന് തോന്നുന്നു, അവിടുത്തെ പ്രൊഫസർ, ഹിസ്റ്ററി പ്രൊഫസർ, ഒരു പുസ്തകം സവർക്കർ എന്ന് പറഞ്ഞ് പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. ഞാൻ അതും വായിച്ചതാ. അപ്പോൾ അവർ മറാത്തിയിലുള്ള രേഖകളും കൂടി നോക്കി. കാരണം അവർ മറാത്തി അറിയാവുന്ന മഹാരാഷ്ട്ര ആള് ആണ്, സംഖ്യൊന്നുമല്ല, ഒരു ചരിത്ര പ്രൊഫസർ. പക്ഷെ റോമില്ല താപ്പറിനേക്കാൾ എത്രയോ ഭേദം, സത്യമായി കാണാം. ഒരു മറാത്തി രേഖകളും ഒക്കെ നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ 3 ക്ലെമൻസി പെറ്റീഷനോ മറ്റോ അയച്ചിട്ടുണ്ട്. സവർക്കർ മാത്രമല്ല, സവർക്കറുടെ സഹോദരനും അന്ന് ആൻഡമാനിൽ ജയിലിൽ കിടപ്പുണ്ട്. സഹോദരന്മാര് രണ്ടുപേരും ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. രണ്ടുപേരും അയക്കുന്നുണ്ട് ക്ലെമൻസി പെറ്റീഷൻ. അപ്പോൾ ആ മറ്റേ തുറന്ന ജയിലില് സവർക്കറുടെ സഹോദരൻ നാരായൺ, അദ്ദേഹവും തടവുകാരനായിരുന്നു. അവരെന്നിട്ട് ഈ കൂച്ചുവിലങ്ങിട്ട് ഒക്കെയാണ് സവർക്കറെ. എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ ഈ ചങ്ങലകളാണ്. നഷ്ടപ്പെടാൻ എനിക്ക് ചങ്ങലകൾ മാത്രമേ ഉള്ളൂ എന്ന് സത്യത്തിൽ മാർക്സിസ്റ്റുകളല്ല പറയേണ്ടിയിരുന്നത്, സവർക്കറാണ്. കാരണം കാലിലും കയ്യിലും കഴുത്തിലും ഒക്കെ ചങ്ങലകളാണ്. നമ്മൾ അദ്ദേഹത്തിനെ അന്ന് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളോ ഒക്കെ കാണുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അത്രയും പേടിയായിരുന്നു. അങ്ങനെ ഈ പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതിരുന്ന ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം, സവർക്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ആ കാലത്തെ മാർക്സിസ്റ്റുകൾക്ക് പോലും, ഒന്നാമത് ലെനിനെ കണ്ട ഒരാളാണ്. ഇവരാരും ലെനിനൊന്നും കണ്ടിട്ടില്ലല്ലോ. ലെനിനെ കണ്ടിട്ടുള്ള വേറെ ആളുകളുണ്ട്, MN റോയ് കണ്ടിട്ടുണ്ട്. പിന്നെ ചാറ്റോ എന്ന് പറയും, വീരേന്ദ്രനാഥ് ചതോപാധ്യായ, സരോജിനി നായിഡുവിൻ്റെ ബ്രദർ, അങ്ങനത്തെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം അവിടെ കണ്ട് കുറേ നേരം നമുക്ക് പറ്റിയ ആളാണോ ലെനിൻ എന്നൊക്കെ നോക്കുന്നുണ്ട്. കാരണം വിപ്ലവത്തിനൊക്കെ പോകുന്ന ഇതിന് ആ പീരിയഡിനൊക്കെ തൊട്ട് മുമ്പാണ് വിപ്ലവമൊക്കെ നടത്തുന്നതിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രത്തിനെ ഈ ആരാധിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഈ MP അല്ല, ഒരിക്കലും MP ആയിട്ടില്ല, ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല. പക്ഷെ സവർക്കർ മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്, സാധാരണ ഞങ്ങൾ നിയമസഭയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ MLA ആയിരുന്ന ആളുകളുടെ ഒരു ചരമോപചാരം നടക്കും നിയമസഭ പിന്നീട് ആദ്യം കൂടുന്ന ദിവസം. അപ്പോൾ എന്നിട്ട് പിരിയും ഈ ചരമപ്രസംഗമൊക്കെ നടത്തിയിട്ട്. സവർക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ MP അല്ലാതിരുന്നിട്ടും നമ്മൾ ലോക്സഭയിൽ ചരമോപചാരം നടത്തണം എന്ന് ആവശ്യപ്പെട്ടവരിൽ ഒരാളായിരുന്നു AKG അന്ന് ലോക്സഭയിൽ. ഏറ്റവും പ്രധാനമായി ആ പ്രശ്നം ഉന്നയിക്കുന്നത് ഹിരൺ മുഖർജി, കമ്മ്യൂണിസ്റ്റ്. അങ്ങനത്തെ
പിന്നെ ഈ തടവിൽ നിന്ന് മോചിപ്പിച്ച് രത്നഗിരിയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് അവിടെ വരുമ്പോൾ പോയി സ്വീകരിക്കുന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മേയർ മുംബൈ മിറാജ്കർ, SS മിറാജ്കർ. ഇതാണ് അന്നത്തെ. പിന്നെ എങ്ങനെയാണ് ഈ കാലത്ത് ഈ MA ബേബിയുടെ മേയർ റഹീമിൻ്റെ ഒക്കെ ഈ തലമുറ സവർക്കർ ഇങ്ങനെ മനസ്സിലാക്കിയതെന്ന് എനിക്ക് ഇന്നത്തെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം സവർക്കറിനെ ഒരു വില്ലൻ പരിവേഷത്തിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു RSS അതെ, ആ വില്ലൻ പരിവേഷത്തിൽ കാണേണ്ട കാര്യമില്ലായിരുന്നു. അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ട് EMSന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യുന്നില്ല. അതാണല്ലോ പാർലമെന്റിൽ ബബ്ബ പറയുന്നതൊക്കെ. ഈ ആളുകളൊക്കെ ഒന്നും സംസാരിക്കാനും പറഞ്ഞുകൂടാ. പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയല്ല ചെയ്തതേ. ഈ സവർക്കർ ഒരു RSSകാരനായിരുന്നു. സവർക്കർ RSS അല്ല, അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് സ്ഥാനം പിന്നീട് ഒഴിഞ്ഞിട്ടുമുണ്ട്. അടുത്ത ആളുകൾ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം അധികാരത്തിലൊന്നും എന്തധികാരമാണ് 10-20 കൊല്ലം ജയിലിൽ കിടന്ന ഒരാൾക്ക്. അദ്ദേഹത്തിന് ഈ രാജ്യത്തിൻ്റെ വിമോചനം മാത്രമായിരുന്നു വിഷയം. അതിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് സുഭാഷ് ചന്ദ്രബോസിനോട് പോയിട്ട് ജപ്പാനിൽ ഇപ്പോൾ റാഷ് ബിഹാരി ബോസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ചേരെ, എന്നിട്ട് വിമോചനത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചു നോക്കുമ്പോൾ വേണമെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ പുച്ഛിക്കാമല്ലോ മാർക്സിസ്റ്റുകൾക്ക്. കാരണം എന്താണ്? അദ്ദേഹം ഹിറ്റ്ലറുടെ കൂടെയും ജർമ്മനിയുടെ കൂടെയാണ് അന്ന് നിന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹമല്ലേ വലിയ ഫാസിസ്റ്റ്? ആണല്ലോ സുഭാഷ് ചന്ദ്രബോസ്. എന്നാൽ പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ഫാസിസ്റ്റ് ആണെന്ന് എന്താ ഇപ്പം പറയാത്തത്? പക്ഷെ ചെറുകാട് പണ്ട് പാഠകം എഴുതി അവതരിപ്പിച്ചിരുന്നു. ഇയാൾ ചെരുപ്പ് നക്കിയാണ്, ഷൂ നക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസ് 5-ാം പത്തിയാണെന്നോ 6-ാം പത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നും തെറി വിളിച്ചിട്ടുണ്ട്. നല്ല ആളുകളൊക്കെ തെറി വിളിച്ചിട്ടുണ്ട്. ടാഗോർ ദന്തഗോപുരവാസിയാണെന്ന് മാർക്സിസ്റ്റുകൾ ബംഗാളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തലച്ചോറിൽ ഉണ്ടായിരുന്ന ആളുകളെ പറ്റിയൊക്കെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പൈതൃകമാണ്. ആ വഷളത്തരാണ് ഇപ്പോൾ ഈ സവർക്കറെ പറ്റി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാണുന്നത്. സാറ് പറഞ്ഞല്ലോ ഈ പാർലമെന്റിലൊക്കെ സവർക്കറുടെ ചിത്രം വെച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പം കോൺഗ്രസ് ഈ സവർക്കറെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഈ സവർക്കറുടെ പാരമ്പര്യം. സവർക്കറെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? സവർക്കറെ ഗാന്ധി വധത്തിൽ ഉൾപ്പെടുത്തിയത് നെഹ്റുവാണ്. അതിപ്പോ ചരിത്ര രേഖകളിലുണ്ട്. ഗാന്ധി വധത്തിൻ്റെ പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ, ഈ വാദിക്കുന്ന കോടതിയിലൊക്കെ, ആ പ്രോസിക്യൂട്ടറെ വിളിച്ചിട്ട് നേരത്തെ നെഹ്റു വിളിച്ച് പറയുന്നുണ്ട് സവർക്കറെ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പോലീസ് ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അത് ഈ രാംചരൺ ഈ വിചാരണ കോടതി, ആദ്യത്തെ വിചാരണ കോടതിയിൽ വെച്ച് ഇത് പൊളിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സവർക്കർ അവസാനം ഈ ഗോഡ്സെ ഈ ഡൽഹിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സവർക്കറെ പോയി കണ്ടിരുന്നു. എന്നിട്ട് സവർക്കർ അദ്ദേഹത്തിന് വിജയ് ഭവ എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചിട്ട് കൊല്ലാനായിട്ട് ഡൽഹിക്ക് ഗോഡ്സെ അയക്കുന്നു. അപ്പം ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇതിന് കോടതിയിൽ പറയുമ്പോൾ സാക്ഷിയും തെളിവൊക്കെ വേണ്ടേ? അപ്പോൾ ഈ ഗോഡ്സെ ഈ സവർക്കറുടെ വീട്ടിലേക്ക്, സവർക്കർ സദനിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അവിടെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാക്ഷി, ഒരാൾ, മഹാരാഷ്ട്രയിൽ ഒരാൾ പോലും സവർക്കർക്കെതിരെ സാക്ഷി പറയാനായിട്ട് ധൈര്യപ്പെടുന്നില്ലായിരുന്നു. ഇന്നും ഇവിടുത്തെ A.A. റഹീമോ MA ബേബിയെ പോയി മഹാരാഷ്ട്രയിൽ സവർക്കർക്കെതിരെ ഒരു വാചകം പറഞ്ഞു നോക്കണം, അപ്പോൾ വിവരം അറിയും. എന്നിട്ട് ഒരുത്തനെ കാശ് കൊടുത്തിട്ട്, ഇവിടെ കള്ളസാക്ഷി പറയാനായിട്ട് പോലീസുകാർ ചെയ്യുന്ന പോലെ ഒരാളെ കാശൊക്കെ കൊടുത്ത് ഏതോ കേസിലൊക്കെ പ്രതിയായിരുന്നു ഒരുത്തനെ പിടിച്ചിട്ട് ഇത് കോടതിയിൽ പറയിച്ചു. പൊളിഞ്ഞുപോയി. കാരണം തിരിച്ചു വിസ്തരിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക്, കാരണം പുറത്ത് നിന്ന് കണ്ടു എന്ന് പറയുന്നു, പിന്നെ അകത്ത വാചകം കേൾക്കുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഇയാളകത്തുണ്ടായിരുന്നോ? നിന്ന നിപ്പിൽ പൊളിഞ്ഞുപോയി അത്. എന്നിട്ട് സവർക്കറെ വിടുകയാണ് കോടതി. അപ്പം നെഹ്റു അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർ പിടിച്ച് തടവിലിട്ടല്ലോ, നെഹ്റു ഇങ്ങനെ നിരന്തരം ഒരു അവസരം കിട്ടിയാൽ തടവിൽ പിടിച്ച് ഇടുമായിരുന്നു. ഈ സംഭവം അല്ലാതെ, ഈ ഗാന്ധിവധത്തിൽ ഉൾപ്പെടുത്തിയതല്ലാതെ
പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1950 ഏപ്രിൽ 8 എൻ്റെ ഓർമ്മ. ഏപ്രിൽ 8 ഈ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി ഡൽഹിയിൽ വെച്ചിട്ട് ഈ നെഹ്റു. ആ ഉടമ്പടി ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെടുകയാണ് പാകിസ്ഥാൻ ഉണ്ടായിട്ട്. കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നലത്തെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഹിന്ദുക്കൾ ധാരാളം ഉണ്ടെന്ന്. ഇന്ന് 2% 1% ഉള്ളൂ. അപ്പോൾ അത് വലിയ വിഷയമായിട്ട് ജയപ്രകാശ് നാരായണനൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനത്തെ കൂട്ടക്കൊല ശരിയല്ല, നിങ്ങൾ പട്ടാളത്തെ അയക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പം നെഹ്റുവിന് സഖി ഇട്ടപ്പോൾ നെഹ്റു എന്താ ചെയ്തത്? അവിടുത്തെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് ക്ഷണിക്കുക, എന്നിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ഉടമ്പടി ഒപ്പിടുന്നു. 2 ഭാഗത്തു നിന്നുള്ള അഭയാർത്ഥികൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം, വേണമെങ്കിൽ തിരിച്ചു പോകാം. അതുപോലെ ഈ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ, അവരെയൊക്കെ വിട്ടയക്കാം, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വിട്ടയക്കാം. പിന്നെ സ്വത്തുക്കൾ അത് തിരിച്ചു കൊണ്ടുപോകാം. ഇങ്ങനെ 5-6 കണ്ടീഷൻസ് വെച്ചിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ഈ ഉടമ്പടി ഒന്നും പാകിസ്ഥാൻ പിന്നീട് പാലിച്ചില്ല. അവിടെ പിന്നെയും പെർസിക്യൂഷൻസ് നടന്നുകൊണ്ടിരുന്നു. ഈ ലിയാഖത്ത് അലി ഖാൻ ഡൽഹിയിൽ വരുന്നതിന് തൊട്ട് മുമ്പ് 4 ദിവസം മുമ്പ് മുംബൈ ദാദറിൽ ആണ് താമസിക്കുന്നത് സവർക്കർ. ഡൽഹിയിലൊന്നുമല്ല സവർക്കർ. ഈ ലിയാഖത്ത് അലി ഖാൻ വരുന്നതിന് 4 ദിവസം മുമ്പ് ഒരാവശ്യമില്ലാതെ സവർക്കറെ അറസ്റ്റ് ചെയ്ത് ആർദർ റോഡ് ജയിലിൽ തടവിലിട്ടു നെഹ്റു. അത് കഴിഞ്ഞ് ബെൽഗാമില്ലേ, കർണാടകയിലെ ബെൽഗാമിലെ ജയിലിൽ കൊണ്ടുപോയി തടവിലിട്ടു. എന്താവശ്യം? നെഹ്റുവിന് എന്താ ഇത്ര ശത്രുത സവർക്കറിനോട് വരാൻ കാരണം? നെഹ്റുവിനേക്കാൾ ബുദ്ധിയുള്ള എല്ലാവരോടും ശത്രുത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇറാൻ മൊഴികളുണ്ടല്ലോ, VK കൃഷ്ണമേനോനെ പോലുള്ള ആളുകൾ, അവരും ആണ് കൂടെ കൊണ്ടുകിടന്നത്. നെഹ്റുവിനേക്കാൾ ബുദ്ധിയുള്ള എല്ലാവരും നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അംബേദ്കർ, ശ്യാമപ്രസാദ് മുഖർജി, നമ്മുടെ മലയാളിയായ ജോൺ മത്തായി. എന്നിട്ട് ഈ 3 പേരും അവരുടെ രാജിക്കത്ത് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. 3 പേരുടെ രാജിക്കത്തിലും ഈ ലിയാഖത്ത് അലി ഖാനുമായിട്ട് ഉണ്ടാക്കിയ സന്ധി ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോൺ മത്തായി ക്രിസ്ത്യാനിയായിട്ട് പോലും ഹിന്ദുക്കൾ 10 ലക്ഷം പേര് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു എന്നൊക്കെയുള്ള കാര്യം രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നെഹ്റുവിൻ്റെ നയങ്ങളോട് ഇവർക്കാർക്കും ഒരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഈ നെഹ്റു പൈതൃകവും പാരമ്പര്യവും ആണല്ലോ കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നത്. അതുകൊണ്ടാണ് സവർക്കറെ അവർക്ക് ഇപ്പോഴും ഇഷ്ടപ്പെടാത്തത്. സാർ, അപ്പം ഇന്ദിരാഗാന്ധി ഒരു കാലത്ത് ഈ സവർക്കറിന്റെ പിക്കൊക്കെ വെച്ചിട്ടൊരു സ്റ്റാമ്പ് ഇറക്കി. അതപ്പം അതിന്റെ യാഥാർത്ഥ്യം എന്താ? കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ ഉന്നതമായിട്ടുള്ള ഒരു നേതാവാണ് ഈ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താ? ഇന്ദിരാഗാന്ധി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഈ ഓരോ സ്ഥലത്ത് വോട്ട് കിട്ടണം അങ്ങനെയൊക്കെ വരുമല്ലോ, പലതരം പ്രീണനം എന്നൊക്കെ പറയുന്ന സംഭവം. മഹാരാഷ്ട്രയിൽ ഇന്ന് നമ്മൾ ചെന്ന് സവർക്കർ എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഈ KK നായർ എന്ന് പറഞ്ഞ് നമ്മൾ അയോധ്യയിൽ ചെന്നാലേ, എന്നാൽ പിന്നെ നിങ്ങൾ പൈസ തരണ്ടെന്ന് റിക്ഷാക്കാർ പറഞ്ഞതായിട്ടൊക്കെ KK നായരെ പറ്റിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഒരു വിഗ്രഹമാണ്, KK നായർ എന്ന് പറയുന്ന ആള്. വെറുതെ ഈ അമ്പലത്തിന് വേണ്ടി നിന്നുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ദളിതർക്ക് വേണ്ടി അവിടെ ഒരു കോളനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദളിതർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് സൗജന്യമായിട്ട്. ഈ കളക്ടർ ഉദ്യോഗമൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ, അത് കഴിഞ്ഞ് അദ്ദേഹം അലിഗഡിൽ പോയിട്ട് ലോ പഠിച്ചു. എന്നിട്ട് ലോ പഠിച്ചിട്ട് അദ്ദേഹം അവിടെ വന്ന് വക്കീലായിരുന്നു. ഈ അയോധ്യയൊക്കെ നിൽക്കുന്ന ഫൈസാബാദിൽ ദളിതർക്ക് വേണ്ടി സൗജന്യമായിട്ടാണ് അദ്ദേഹം വായിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പശ്ചാത്തലമുള്ള ആളാണ്. അത് ഈ KK നായരും കുറ്റം പറയുമല്ലോ ഈ മാർക്സിസ്റ്റുകൾ. പക്ഷെ പശ്ചാത്തലമൊക്കെ നന്മയുടെ ഇവർക്ക് എന്ന് പറഞ്ഞ പോലെ ഈ മഹാരാഷ്ട്രക്കാരെ പിടിക്കാനായിട്ട് ഒരു സൂത്രപ്പണി അതാണ് ചെയ്തത്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ ഇന്ന് ചോദ്യങ്ങളുണ്ട്. ഈ മറ്റേ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2 തവണ മോദിക്ക് കത്തെഴുതി സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണം, എന്തുകൊണ്ട് മോദി കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം എൻ്റെ ഉള്ളിലും ഉണ്ട്. കാരണം ഭാരതരത്നത്തിന് ശരിക്കും അർഹനായ ഒരാളാണ് സവർക്കർ. ഈ ഭാരതരത്നത്തിൻ്റെ ചോദ്യം മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP നേതാവ് ഗോപാൽ ചിനായ് ഷെട്ടി ലോക്സഭയിൽ ചോദിച്ചിരുന്നു.
BJP അംഗമാണ്, ചോദിച്ചിരുന്നു. കാരണം മഹാരാഷ്ട്രയിൽ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണത്. ഭാരതരത്നം കൊടുക്കണം. നമ്മൾ വേറെ ആർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ടല്ലോ, MGRന്, പട്ടേൽ, പിന്നെ KC പന്തിൻ്റെ അച്ഛൻ ഗോവിന്ദ് വല്ലഭായ് പന്ത്, നമുക്കറിയാത്ത പല ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചരൺ സിംഗിനും ഒക്കെ കൊടുത്തു. ഇവരെക്കാൾ എത്രയോ അർഹനായ മഹാനായ വിപ്ലവകാരിയല്ലേ. അപ്പോൾ അന്ന് ഈ 2019 നവംബറിലാണ് ഈ ചോദ്യം ഉണ്ടായത്. അപ്പോൾ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കൊടുത്ത മറുപടിയിൽ വ്യക്തതയില്ല. ഇതിനൊരു രീതിയുണ്ട്. ഇത് ആളുകളിൽ നിന്നുള്ള ആവശ്യപ്രകാരമൊന്നുമല്ല ഇത് കൊടുക്കുന്നത്, ഭാരതരത്നം കൊടുക്കുന്നത്. അതിനതിൻ്റേതായ ഒരു പ്രോസസ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഒരു വഴുവഴുപ്പൻ മറുപടിയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഭാരതരത്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധി തന്നെ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. നെഹ്റുവിന് അപ്പനാണല്ലോ, അപ്പൻ്റെ മോളാണല്ലോ. നെഹ്റു തന്നെയും ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. നെഹ്റു കൊടുത്തപ്പോൾ കുറച്ചുകൂടി മെനയോടുകൂടിയാണ് ചെയ്തത്. 1955 സർ എം വിശ്വേശ്വരയ്യയുടെ കൂടെ ആണ് പുള്ളി ഭാരതരത്നം പുള്ളിക്ക് തന്നെ കൊടുത്തത്. ഇന്ദിരാഗാന്ധി അതല്ല. 1971 യുദ്ധം ചെയ്യിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി തന്നെ കൊടുത്തു ഇന്ദിരാഗാന്ധിക്ക്. ഇതാണ് ഈ കോൺഗ്രസ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഇപ്പൊ സവർക്കർക്ക് ഒരു ഭാരതരത്നമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ DYFI SFI തുടങ്ങിയ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും അങ്ങ് പാർലമെന്റിലേക്ക് ഒരു സമരം വെക്കാതിരിക്കത്തില്ല. കാരണം ഇന്ത്യയുടെ ഒരു വില്ലൻ പരിവേഷമാണല്ലോ സവർക്കർ. അപ്പം സവർക്കർക്ക് ഒരു ഭാരതരത്നം കൊടുക്കാനായിട്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ അനുവദിക്കുമെന്ന് തോന്നുന്നു. അതിൽ 11.25 ആളുകൾ പങ്കെടുക്കുമായിരിക്കും, വേറെ ആരെയും കിട്ടില്ല. മഹാരാഷ്ട്രയിൽ നിന്ന് വിളിച്ചു നോക്കണം കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ. ഞാൻ നേരത്തെ മിറാജിക്കറുടെയൊക്കെ കഥ പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള മാർക്സിസ്റ്റുകൾ പോലും ഇതിൽ പങ്കെടുക്കില്ല. അത്രയും വലിയ ആളാണ് അവിടെ. ഈ പറഞ്ഞ പോലെ ദലിതർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അംബേദ്കറെ പോലെ തന്നെ. ഒരു പക്ഷേ അംബേദ്കർ പതിത് പവൻ, ഇപ്പം എനിക്ക് ഓർമ്മ വന്നു, ക്ഷേത്രത്തിൻ്റെ പതിത് പവൻ ക്ഷേത്രം എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. അതിപ്പോഴും ഉണ്ട്. ഈ ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന കാലത്താണെന്ന് ഓർക്കണം. എന്നിട്ട് അയാൾ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ആളാണെന്ന് പറയുന്ന വിവരദോഷികളാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകൾ. ദലിതർക്ക് ആ കാലത്ത് 20s 1924-26 കാലത്തൊക്കെ പതിത് പവൻ ക്ഷേത്രം പണിത ആളാണ്. ഈ ദൈവവിശ്വാസി അല്ലാതിരുന്ന മതേതരനാണ്. ഞാനിപ്പോൾ ജാനകി ബാക്ലെയുടെ പുസ്തകം വായിച്ചല്ലോ, ഗാന്ധിയേക്കാൾ മതേതരനായിരുന്നു സവർക്കർ എന്നവർ അതിൻ്റെ അകത്ത് രേഖകൾ വെച്ച് തെളിയിച്ചിട്ടുണ്ട്. മറാത്തിയിൽ ഇപ്പം ഇംഗ്ലീഷിൽ വരാത്ത ധാരാളം കൃതികളുണ്ട് സവർക്കർ സംബന്ധിച്ച്. അങ്ങനെ ഒരാളാണ് മതേതരനായ ഒരു മനുഷ്യൻ. മറ്റേ ഗോഡ്സെ ഗാന്ധിയേക്കാൾ മതേതരനാണെന്ന് പറഞ്ഞിട്ട് കോൺറാഡ് എൽസ്റ്റ് എഴുതിയ അടുത്ത കാലത്ത് ഞാൻ വായിച്ച പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പല കാരണങ്ങളുമുണ്ട്. ഇവരൊക്കെ ഇത്തരം ആളുകളാണ്. അതാണ് ഈ മാർക്സിസ്റ്റുകളൊക്കെ മനസ്സിലാക്കേണ്ടത്. വെറുതെ 4-5 വോട്ട് പോവാതെ EMS എഴുതിയത് സവർക്കറെ പറ്റിയിട്ടുള്ളത്, AKG പറഞ്ഞിട്ടുള്ളത്, ഹിരൺ മുഖർജി പറഞ്ഞിട്ടുള്ളത്, ഈ ഇംഗ്ലീഷൊക്കെ വായിച്ച് പഠിച്ചിട്ട് പാർലമെന്റിലൊക്കെ നന്നായി പ്രസംഗിച്ചിട്ട് ഇത്തരം ചരിത്ര വസ്തുതകളൊക്കെ അറിഞ്ഞിട്ട് പെരുമാറുകയാണെങ്കിൽ റഹീമിനൊക്കെ ഇനിയും ഭാവിയുണ്ട്. വെറുതെ ഈ ജീവിതം കളഞ്ഞു കുളിക്കരുത്. ഇതാണ് എനിക്ക് മാർക്സിസ്റ്റുകളോട് പറയാനുള്ളത്. എന്തായാലും സവർക്കർ ഒരു വീര സവർക്കർ തന്നെയാണ്. അതെ, വീരനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.